ഹായ് ഹലോ ഗുഡ് മോർണിംഗ് സിന്ധുമാസിന്റെ പുതിയ ഹാപ്പി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇത് ഹാപ്പി എന്ന് വെച്ചാൽ ഒന്നൊന്നര ഹാപ്പി ആയി കേട്ടോ. ചേട്ടായി എന്നെ എന്തായാലും സന്തോഷിപ്പിക്കാമോ അത്രയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ ഇത് ഇച്ചിരി സന്തോഷിപ്പിക്കാൻ കൂടുതലായിപ്പോയി, ഭയങ്കര സംഭവമായിപ്പോയി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കാനും പറ്റും കേട്ടോ. എനിക്ക് ചേട്ടാ ഇന്ന് നല്ല കഴിഞ്ഞ ദിവസം ഒരെണ്ണം മേടിച്ചിട്ടൊന്നും ഇന്ന് ഒരെണ്ണം കൂടെ മേടിച്ചുള്ളൂ. നിങ്ങളെ ഞാൻ കാണിക്കണം എന്നൊക്കെ ഓർത്ത് വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴത്തേനും അടുത്ത ദിവസം ചേട്ടായിക്ക് വയ്യാണ്ടായിപ്പോ അത് കഴിഞ്ഞ് നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. എല്ലാം ദീപാവലി ഓഫറിലുള്ള സാധനമാണ്. അയ്യോ സൂപ്പർ സൂപ്പർ എന്നാണെന്നുള്ളത് ഞങ്ങൾ പറയുന്നില്ല. സർപ്രൈസ് നമുക്ക് വീട്ടിലേക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സാധനം. അതെ എല്ലാ വീട്ടുകാർക്കും അല്ലെ ഉപകാരപ്രദമായിട്ട്. പിന്നെ അതിനകത്ത് നമുക്ക് നമ്മുടെ അളവനുസരിച്ച് മേടിച്ചാൽ മതി. അതെ 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 അയ്യോ സൂപ്പർ കേട്ടോ. അപ്പൊ എന്താണെന്നൊക്കെ ഉള്ളത് നിങ്ങൾ നേരെ വീഡിയോ കണ്ടോ അല്ലേ ഇടേ. അതെ അപ്പൊ ഞങ്ങൾ ഇന്നത്തെ വൈകിട്ടത്തെ കറികൾ കാണിക്കട്ടെ. ഉണക്കമീൻ വറക്കണം, പയർ മെഴുക്ക് വറക്കണം, ഇതേണ്ട ചെമ്മീനും മാങ്ങയും മുരിങ്ങയും കൂടെ കറി വെച്ച് പച്ചത്തേങ്ങ അരച്ച്. അപ്പം ഞാൻ അവൻ ഇച്ചിരി കടുക് തളിച്ചിടാനായിട്ട് വെച്ചാണ് കേട്ടോ. കണ്ടോ കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല. ഇനി ശാക്കല മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ട് കറിവേപ്പില ഇനി ഇരുട്ടി പറിക്കാനാണ് ഈ പമ്പീടി പറിക്കുന്നില്ല. അപ്പം ഞാൻ വേണ്ടേ അവനെ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോകട്ടോ. അതെ ചെമ്മീനും മാങ്ങയും മുരിങ്ങയും കൂടെ റെഡിയാക്കി വെച്ചു. അന്നേരം കറണ്ട് പോയേ. പിന്നെ ഞാൻ ഓർത്തെന്നാൽ കറണ്ട് വരട്ടെ എന്ന് ഓർത്തുകൊണ്ട് അവിടെ വെച്ചു. എന്നിട്ടിപ്പം വന്ന് ചെയ്യുക. ഇനി പെട്ടെന്ന് ഞാനങ്ങോട്ട് അടച്ചു വെക്കാം. അങ്ങനെ ഇന്നത്തെ കിച്ചണിലെ പണിയൊക്കെ കഴിയാറായി കേട്ടോ. ചെമ്മീനും മാങ്ങയും മുരിങ്ങയും തക്കാളിപ്പഴവും ഉണക്കമീൻ ഫ്രൈ ഒക്കെ ആയിട്ട് ഇനി അവനൊന്ന് മൂത്തൊന്ന് മറച്ചത് തരണം. ബീൻസ് മെഴുക്കൊക്കെ ആയിട്ട് പയർ മെഴുക്കുവരട്ടി ബീൻസല്ല സോറി അമരപ്പയർ. ഇതാണ് ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പയർ. ചിരയും കൂട്ടിക്കോളൂ. ഇത് ഒത്തിരി അസുഖവും ഒക്കെ നല്ല പയറാണെന്ന് പറഞ്ഞത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏറ്റവും ഇഷ്ടമാണ് പച്ചക്കറികളിൽ. ആർക്കും ഇഷ്ടമില്ലാത്ത സാധനമല്ല. ഇതൊരു ഊറ കയ്പൊക്കെ ഉണ്ട്. അപ്പോൾ ചോറുമായി പിന്നെ പാല് തിളപ്പിച്ച് വെച്ചു. ഞങ്ങളിങ്ങനെ വൈകിട്ട് പാലൊന്ന് തിളപ്പിച്ച് വെച്ചേക്കും. അപ്പോൾ രാവിലെ പാട കൂടിയിരിക്കും. പിന്നെ ചേട്ടാക്കി കുളിക്കാൻ വെള്ളം വെച്ചു. എല്ലാ പണിയും കഴിഞ്ഞു. അപ്പോൾ ഇന്ന് അടുക്കളയിലെ കൊച്ചു പരിപാടികളൊക്കെ കഴിഞ്ഞു. എന്നും തൊഴിലുറപ്പ് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് വൈകിട്ട് ചേട്ടായി ചൂടോടെ ആണെങ്കിലും ആഹാരം കഴിക്കത്തുള്ളൂ. ഭക്ഷണം എന്നാണെങ്കിലും ചേട്ടായി ചൂടോടെ ആണെങ്കിൽ മാത്രമേ കഴിക്കത്തുള്ളൂ. അതാണ് ചേട്ടൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അല്ലെങ്കിൽ രാവിലെയൊക്കെ 2 ഇഡ്ഡലിയോ ദോശയോ ചപ്പാത്തി എന്തെങ്കിലും പൊഞ്ഞു കൊടുത്തൊക്കെ വിടാം. കഴിക്കാൻ സമയത്ത് കഴിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ ഒന്നും തണുത്ത് ഒന്നും കഴിക്കില്ല. ഒരു പ്രത്യേക സ്വഭാവം. എല്ലാം അപ്പം ഉണ്ടാക്കുന്നത് അപ്പം ഉള്ള ചൂട് കഴിക്കണം. പിന്നെ ബീഫ് കറിയൊക്കെ മാത്രം എന്നാന്ന് ചോദിച്ചാൽ ചിലപ്പോൾ 2-3 ദിവസം 4 ദിവസമൊക്കെ കൂട്ടുവാനെന്ന് ചോദിച്ചാൽ എടുത്ത് ഫ്രിഡ്ജ് വെക്കും. മേടിച്ചാൽ തീരെയല്ലോ 1 കിലോ 2 കിലോ ഒക്കെ മേടിച്ച് കഴിഞ്ഞാൽ അങ്ങനെ. അല്ലാണ്ട് അപ്പം ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഇന്ന് ഇറച്ചി ഇല്ലാത്തതുകൊണ്ട് ഇച്ചിരി ഇഷ്ടക്കേട് വരും. പക്ഷേ ചെമ്മീനും മാങ്ങയും മുരിങ്ങയും ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് ഇഷ്ടമുള്ള കറി വെച്ചിട്ട് നോക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ആ മീനും കൂടെ പറിച്ചിട്ട് ഇതിനെ ഓഫാക്കി കഴിഞ്ഞാൽ അടുക്കളയിൽ നിന്ന് പോകാം. പിന്നെ വെള്ളം ചേട്ടായിട്ട് ചൂടാക്കുമ്പോഴത്തേനും വന്നാൽ മതി. എന്നിട്ട് വേണം പോയിരുന്ന് വീഡിയോ എഡിറ്റ് ചെയ്യാൻ. ഇങ്ങനെ എല്ലാം പാടുപെട്ട് വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് വീഡിയോ കാണാതെ വരുമ്പോഴത്തേനും എനിക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സഹായിക്കണം കേട്ടോ. ഒരാൾ വന്നപ്പോൾ എനിക്ക് 2 സമ്മാനങ്ങൾ കൊണ്ടുതന്നിട്ടേ. ഇടുവാണോ കയ്യോടെ? ഡ്രസ്സ് പോലും മാറിയില്ല. അതിനോട് ഞാൻ വിരിച്ചിക്കാം എന്നതാന്നുള്ളത്. അപ്പൊ ചേട്ടാ എനിക്ക് മേടിച്ചിട്ട് അതൊക്കെ ഗിഫ്റ്റ് കേട്ടോ. എൻ്റെ മോനെ ഇത് സൂപ്പറാട്ടോ. നോക്കിയ ശരിക്കും എൻ്റെ മോനെ എനിക്ക് ഈ പൂക്കളും കിളികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് 3D ബെഡ്ഷീറ്റ് ആണേ. ഇത് 3D അല്ലേ? 3D ബെഡ്ഷീറ്റ് ഫ്ലിപ്കാർട്ടിൽ ഇപ്പൊ കിട്ടും. ദീപാവലി ആയിട്ട് ഭയങ്കര ഓഫർ ഉണ്ട്. ഒരു 647 രൂപയ്ക്ക് ഇത് കിട്ടും. അയ്യോ നല്ല ഷീറ്റാ കേട്ടോ. പറ്റത്തില്ല. ഇത് പറ്റത്തില്ല. ഇതിപ്പോ ചേട്ടാ ഒന്ന് ഒരിക്കലും ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതേ. ഡ്രസ്സ് പോലും മാറിയിട്ടില്ല. എന്നിട്ട് വിരിച്ചതാ കേട്ടോ. നല്ല ഭംഗിന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ക്യാമറയ്ക്ക് അത് കാണുമ്പോൾ മനസ്സിലാകത്തില്ലേ? ശരിക്കും കിളി പറക്കാൻ പോകുന്നവർക്ക് പൂവൊക്കെ നോക്കി ശരിക്കും ഇങ്ങനെ എണീറ്റ് നിൽക്കുന്ന പോലെ. അടിപൊളി സെറ്റപ്പ് സംഭവം കേട്ടോ. എന്താ നല്ല രസം. നല്ല രസമുണ്ട്. ഇതേ കിളിക്കുഞ്ഞുങ്ങൾ പറക്കുന്ന അമ്മക്കിളിയുടെ അടുത്തോട്ട്. അയ്യോ ഇത് കാണുമ്പോ കിങ്ങിടിക്ക് വന്നാലേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ കട്ടിലും ചേട്ടായി ആളുടെ ലോകം പൗഡർ ഇടിയിലും പരിപാടിയൊക്കെ പറക്കുന്നവർക്ക് തന്നെ തോന്നേ. ശരിക്കും പറക്കുന്നവർക്ക് തോന്നേ. എന്തോ അടിപൊളി ബെഡ്ഷീറ്റ് കേട്ടോ. ഇതിപ്പം ദീപാവലിക്ക് ആയതുകൊണ്ട് ഓഫർ കിട്ടിയല്ലേ? ദീപാവലിക്കാണ്ട്
100 ഓഫർ കുറഞ്ഞു. 100 രൂപ കുറച്ച് കിട്ടി. അപ്പൊ കഴിഞ്ഞ ആഴ്ച ചേട്ടാ കഴിഞ്ഞ ഒരു സ്വർണ്ണം മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടെ ഞാൻ മിരിച്ചിട്ട് നിങ്ങളെ കാണിക്കാം. ഞാൻ മിരിച്ചിട്ടുണ്ടായിരുന്നില്ല, എനിക്കത് ഗിഫ്റ്റായിട്ട് കൊണ്ട് തന്നതാ. അപ്പൊ ഞാനത് വീഡിയോ ആക്കാന്നൊക്കെ വിചാരിച്ചത്. ഇപ്പൊ ഇനി വീഡിയോ ആക്കുന്നില്ല, ഇനി ഏതായാലും അത് കൂടെ കാണിച്ചു തരാം കേട്ടോ. എന്താണെന്ന് ചോദിച്ചാൽ ആശുപത്രി പോകുന്നതിന്റെ തലേദിവസം അത് കൊണ്ടുവന്നേ. പിന്നെ അത് വീഡിയോ ആയിട്ട് എടുക്കാനൊന്നും പറ്റിയൊരു മോഡൽ. ഓരോ ദിവസവും നോക്കിയതേ കിളി പറക്കുന്ന മോണിക്കില്ലേ, നല്ല രസം. അതൊക്കെ പൂജയൊക്കെ നോക്കി. ഞാൻ ആ മറ്റേ ഷീറ്റൂടെ വിരിച്ചിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇത് പക്ഷേ വലിയ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഷീറ്റാണ്. ഫാമിലി കോട്ടിൻ്റെ ഒക്കെ ബെഡിന് വിരിക്കാത്തൊക്കെ രീതി. നമ്മുടെ പില്ലോ ചെറുതായുണ്ട് കേട്ടോ. പില്ലോ കവർ ഇങ്ങനെ ഇച്ചിരി ലൂസായിട്ടിരിക്കുന്നത്. പിന്നെ ഒരു രസമാണ് ഇത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, ഭയങ്കരമായിട്ട് ഇഷ്ടമായി, ഒത്തിരി ഇഷ്ടമായി കേട്ടോ. ഓ സൂപ്പർ, നല്ല ചുണ്ടും ചുന്തിരി കിളികൾ. അപ്പം ഞാൻ മറ്റേ കൂടെ വിരിച്ചിട്ട് കാണിച്ചു തരാവേ. അപ്പം അടുത്തതും വിരിച്ചു കേട്ടോ, കാണിച്ചു തരട്ടെ. ഓ ചേട്ടാ ഈ ലൈറ്റ് വരെ ഓണാക്കി വെച്ചോ, അടിപൊളി. ഇത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കിങ്ങിണി മോക്ക് ഭയങ്കര സന്തോഷമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ. ഇത് നോക്കിയേ, ഇതെന്താ ചേട്ടാ ശരിക്കും പശുക്കുട്ടിയോ മാൻകുട്ടിയോ? എന്റെ അമ്മേ നല്ല രസമുണ്ട്. ആ വലിയ ഷീറ്റാ ഇത്. ഈ നമ്മുടെ ഈ വെള്ളിക്കെട്ടിന് സൈഡ് 2 വശം മടക്കി വെക്കാനും മാത്രം ഉണ്ടോ. അപ്പുറത്തേത് ഇതിനെ പറ്റത്തുള്ളൂ ചേട്ടാ ഈ ഷീറ്റ്. ഇതിന്റെ ചെറുതുണ്ടോ? ആ ചെറുതുണ്ട്. നമ്മുടെ കട്ടിലിനെയാണ് മേടിക്കാൻ. ഇത് ഈ കട്ടിലിനെ പറ്റത്തുള്ളൂ. ആരെങ്കിലും ഗസ്റ്റ് ഒക്കെ വരുമ്പോഴേക്കിടെ നല്ല അടിപൊളിയാട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അയ്യോ നിങ്ങളും പറ ചേട്ടാ. ഇതിന്റെ ഏതാ ഇരുന്ന് കുളിച്ചിട്ടില്ല, എന്തായാലും കടയിൽ നിന്ന് വന്നിട്ട് കുളിച്ചിട്ടില്ല. ഓയ്യോ കിങ്ങിണിയെക്കാട്ടി കടയായി. ഇത് ഉരുണ്ട് പറയുന്നത്. ആ ഇതാണ് പറയുന്നത്. അടിപൊളിയല്ലേ, നല്ല രസമല്ലേ. ഇതിന്റെ അടിയിലേ ഷീറ്റ് കൂടെ ഉണ്ട്. ഞാൻ ഇപ്പൊ ഷീറ്റ് ഇട്ടിരുന്നാണ്. ഇത് കണ്ടോ, ആ വെള്ള. അല്ല വെള്ള ഇത് ഒരു ഷീറ്റ് തന്നെയാണ്, പക്ഷെ അത് 3D അങ്ങനെയാണ്ടൊക്കെ ചെയ്തിരിക്കുന്ന. ഓ നല്ല രസമാണേ, നല്ല സൂപ്പർ. സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പർ. തൊഴിലുറപ്പൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്ന സമയമാണ് കേട്ടോ. വന്നപ്പം എന്നാൽ വരുന്ന അന്നേരം എന്തെങ്കിലും ഇച്ചിരി വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചപ്പോൾ അവിടെ മിഷൻ ഭയങ്കരമായിട്ട് സൗണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ കഴിച്ചിട്ടാട്ടേന്ന് വിചാരിച്ച് ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് നോക്കിയപ്പോൾ കറണ്ട് പോയി. പിന്നെ ഞാൻ ഇവിടെ എല്ലാം കൊണ്ടുവന്ന് ഉള്ള വെട്ടത്തിനൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു ഇവിടെ വന്ന് നിന്നപ്പോഴത്തേനും കറണ്ട് വന്നു. ഇനി പിന്നെ ഇവിടുന്ന് മാറണ്ടെന്ന് വിചാരിച്ചു, കാരണം പെട്ടെന്ന് പോകണ്ടേ എനിക്ക്. എന്ത് ദൈവമേ, ഇന്നുണ്ടല്ലോ തൊഴിലുറപ്പിന് ചെന്നപ്പോഴത്തേക്കുമേ ഞങ്ങളിങ്ങനെ എന്നാ പറയുന്നത്, ചിലരൊക്കെ ഒരു പരസ്യമുണ്ട്, തൊഴിലുറപ്പാണ് അല്ലെങ്കിൽ എന്നാ പരദൂഷണ കൂട്ടമാണ് അങ്ങനെയാണെങ്കിൽ. പക്ഷെ ഞങ്ങളവിടെ പവറാണ്, പൊളിയാണ് കേട്ടോ ശരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പണി നമുക്ക് തരുന്ന പണി ചെയ്യാൻ പറ്റുന്നുണ്ടില്ല, നമുക്ക് തരുന്ന പണി കറക്റ്റായിട്ട് നമ്മൾ നീറ്റായിട്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് മേറ്റ് വന്നിട്ടുണ്ടായിരുന്നു, കയറി മൊത്തം വന്ന് നോക്കിയിട്ടൊക്കെ പോയി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് കൊടുക്കണം. അല്ലാതെ ചുമ്മാ ഉടായ്പ പരിപാടിയൊന്നും നടക്കില്ല. പക്ഷെ ചില സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ടാവാം കേട്ടോ. നമ്മൾ അളന്ന് കറക്റ്റായിട്ട് നല്ല സൂപ്പറായിട്ട് ചെയ്യും. എൻ്റെ മാതാവേ, അട്ടയെന്ന് വെച്ച അട്ടയായിരുന്നു. 2-3 ദിവസം കൊണ്ട് മഴയല്ലേ, എത്രാമഴ കയറും കേട്ടോ, ഭയങ്കരമായിട്ട് കയറും. എൻ്റെ ദൈവമേ, രഞ്ജുവിനെ ഓടിച്ചിട്ട് കയറുക കേട്ടോ. എൻ്റെ ദേഹത്ത് കയറിയില്ല, ഇന്നും കയറിയില്ല. അയ്യോ ഞാനുള്ള ദൈവങ്ങളെ മൊത്തം വിളിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. ഏതൊരു കയറിയുണ്ടായില്ല. പിന്നെ ഇന്ന് ഞങ്ങളിങ്ങനെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രഞ്ജു പറയാതെ ഒരു മോനെ നേഴ്സറി പോയപ്പോഴോ സ്കൂളിൽ പോയപ്പോഴോ എപ്പോഴോ ഒരു പട്ടി കടിച്ചു തലയിലെങ്ങാണ്ട്. എന്നിട്ട് കൊച്ചു വീട്ടിൽ പറഞ്ഞില്ല. ഈ കളിക്കിടയിലെങ്ങാനും ചിലപ്പം പട്ടിയും കൊച്ചു കൊണ്ട് കളിച്ചപ്പോഴാണോ എന്നാന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. എന്നിട്ട് ലേശമെങ്ങാണ്ട് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കൊച്ച് 2 ദിവസം കഴിഞ്ഞപ്പോൾ അത് ചൊറിയുങ്ങാണ്ട് ചെയ്തപ്പോൾ പൊട്ടി. കൊച്ചു വീട്ടുകാരോട് പറഞ്ഞില്ല, വീട്ടുകാർ പട്ടി അടിച്ചാന്ന് പറഞ്ഞിട്ടില്ല. ലാസ്റ്റ് കൊച്ചു മരിച്ചു. ആശുപത്രിയിൽ ചെന്ന് അങ്ങനെ ഇതെന്നാ മരണകാരണമെന്നൊക്കെ അന്വേഷിച്ച് മുറിവ് ടെസ്റ്റ് ചെയ്തപ്പോഴേക്കണ്ട കണ്ടെന്ന്. എൻ്റെ ദൈവമേ, ഇന്നലെ ചേട്ടാ ഇവിടോട്ട് വന്നിറങ്ങിയപ്പോഴത്തേനും പറഞ്ഞില്ലേ പ്രിൻറ്റുവിൻ്റെ അവിടുന്ന് ആ ഷെഡിനകത്ത് ഒരു 4 എണ്ണം ചാടി വന്നു. ഒസർത്തുകൊണ്ടാണ് വരുന്നത്, ചീറിക്കൊണ്ട്. എന്നാ ചെയ്യാനോ ഈ വീട്ടിൽ. ഞാൻ പറയുന്ന ഒരു കാര്യം, വീട്ടിൽ വളർത്തുന്നവർ നന്നായിട്ട് കെട്ടിയിട്ടൊക്കെ വളർത്തുക, അല്ലെ കൂടുണ്ടാക്കിയൊക്കെ വളർത്തുക. ഇങ്ങനെ മറ്റുള്ളവർക്ക് ദ്രോഹമായിട്ട് എൻ്റെ ദൈവമേ, ഒരു കുഞ്ഞിൻ്റെയൊക്കെ ജീവൻ, ഓരോ മനുഷ്യരുടെ ജീവനൊക്കെ എടുക്കുന്ന എന്നെ ചെയ്യും. ഇന്നലെ ഒരു അമ്മച്ചി പുല്ലി എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതൊക്കെയാണ് ഞങ്ങളുടെ ചർച്ചകൾ കേട്ടോ. ഇതൊക്കെയാണ് പരദൂഷണമെന്ന് നിങ്ങൾ പറ. തൊഴിലുറപ്പ് പെണ്ണുങ്ങൾ ഉഴപ്പാ, തൊഴിലുഴപ്പാ, പരദൂഷണ കൂട്ടോ, പരദൂഷണ കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഓരോ സ്കിറ്റും കോമഡിയും കാണുമ്പോഴാണ് ചിലപ്പോൾ നമുക്ക് ഫീൽ ചെയ്യും ഞങ്ങൾ ഈ പണി ചെയ്തതല്ലേ എന്നുള്ള ഇത്. ഇന്ന് ഞങ്ങൾ ഇരുന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ. പിന്നെ ഒരമ്മച്ചി പുല്ലി എത്തിക്കൊണ്ടിരിക്കുന്നു. ഏതോ സൈഡിൽ നിന്ന് വന്ന് പട്ടി ഒരു ചെവി കടിച്ചു പറിച്ചെടുക്കുന്നു. എൻ്റെ പൊന്നെ, എങ്ങനെ പേടിച്ചിട്ട് വഴിയെ നടക്കും.
ചില സിറ്റിയിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ഇങ്ങനെ വിശാന്ന് നടക്കുന്നത് ഒരു ഇതും ഇല്ലാതെ. ദൈവമേ, ഇത് ഒന്നെങ്കിൽ പഞ്ചായത്തുകാരോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയോ എന്തെങ്കിലും ഒരിടത്ത് ഒന്നെങ്കിൽ ഇതിനെയൊക്കെ വേണ്ടാത്തതിനെ എന്താണെന്ന് ചെയ്ത് മാറ്റി കാണണം അല്ലേ. മറ്റുള്ള ശരിക്കും എന്ത് വിഷമമാണ് കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞിനെ വഴിയിട്ട് കടിച്ച് മറിക്കുന്നതൊക്കെ ഞാൻ കണ്ട്. ഇതിനകത്ത് യൂട്യൂബിനകത്ത് ഫേസ്ബുക്കിനകത്ത് വന്നാൽ പിന്നെ നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഇതൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേനും. സങ്കടവും ടെൻഷനും കാര്യങ്ങളും എല്ലാം ഇതാ പൊന്നെ. പിന്നെ ഒരു കഴിഞ്ഞ ദിവസത്തെ ഒരു കുഞ്ഞിൻ്റെ കൈ കണ്ടോ സർജറി ചെയ്തത്. ആ കുഞ്ഞിൻ്റെ അവസ്ഥ ഓർത്ത് നോക്കി, പിഞ്ചു കുഞ്ഞാ. എന്നാ വിശ്വസിച്ച് നമ്മളിന്ന് ഡോക്ടേഴ്സിൻ്റെ ഒക്കെ അടുത്ത് പോകും. നമുക്കൊരു പെട്ടെന്നൊരു വയ്യാഴിക വന്നെങ്കിൽ നമ്മൾ ഓടി ആശ്രയിച്ച് ചെല്ലുന്നതാണല്ലേ. അപ്പോൾ ഈ ഡോക്ടേഴ്സും ഇങ്ങനെ ലഹരിയൊക്കെ അടിമയായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങി എന്നാ ചെയ്യും? ഇങ്ങനെയുള്ള ന്യൂസിനകത്ത് കാണുന്നതും അല്ലെ എന്നാ ഫോണിനകത്ത് വരുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ഇങ്ങനെ പറയുന്നത്. ഓരോരുത്തരും കണ്ട കാര്യങ്ങൾ ഇങ്ങനെ പറയും. അപ്പം ഭയങ്കര ഇതാവും. ഇന്നലെ ആണെങ്കിൽ ഞങ്ങളിത് കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേനും ഞാൻ ചുമ്മാ ഫേസ്ബുക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു കേട്ടോ. ഇവരെല്ലാവരോടും ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോൾ ഫേസ്ബുക്ക് നോക്കിയിരുന്നു. ഇപ്പോൾ കട്ടപ്പനയിൽ പോലീസുകാരുമായിട്ട് ഗുസ്തി പിടിക്കുന്നു മറ്റേ ഇവർ അതിഥി തൊഴിലാളികൾ. നമുക്കിപ്പോൾ ഒന്നും പോകാൻ പറ്റത്തില്ല കട്ടപ്പനയ്ക്കോ ഒരു ടൗണിലോട്ടും പോകാൻ പറ്റത്തില്ല. നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പോയി അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് എവിടെയെങ്കിലും ഒന്ന് പോയി പഠിക്കാനോ അല്ലെങ്കിൽ ജോലി ചെയ്യാനൊക്കെ ആണെങ്കിൽ നമ്മുടെ ഈ ഇന്ത്യ വിട്ട് കഴിഞ്ഞാൽ എന്തൊക്കെ സാധനങ്ങൾ വേണം അല്ലേ, എന്തൊക്കെ രേഖകൾ വേണം. പുറത്തിറങ്ങി നടക്കണമെങ്കിൽ എന്തൊക്കെ വേണം. ഞാനും ഈ പുറത്ത് പോകണോണ്ട് അറിയാൻ പറ്റും എന്തൊക്കെ പേപ്പേഴ്സ് വേണം, എന്തൊക്കെ വാക്സിൻ എടുക്കണം, അതെടുക്കണം ഇതെടുക്കണം, എന്തൊക്കെ കാര്യങ്ങൾ വേണം. ഇവിടെ നമ്മുടെ നാട്ടിൽ ഒരു രേഖയും വേണ്ട. ട്രെയിൻ കയറി ഇവിടെ വന്ന് ഇറങ്ങുന്നു. അവരുടെ ഗൾഫാണ്, ഇപ്പോൾ അവരുടെ ഭരണവുമായി എന്ത് തോന്നിവാസവും കാണിക്കാം. അതിൻ്റെ രാത്രിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ബഹളവും അട്ടിയും പിടിയും. ഈ പോലീസുകാരെന്ന് പറഞ്ഞാൽ അവരും മനുഷ്യരല്ലേ, അവർക്കും ഭാര്യയും മക്കളും കുടുംബവും വീടും ഉത്തരവാദിത്തവും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. അതുങ്ങൾക്കൊട്ടും തിരിച്ചടിക്കുന്നു, അങ്ങോട്ടും വഴക്കുണ്ടാക്കുന്നു. അയ്യോ ശരിക്കും പണ്ടെന്നൊക്കെ പറഞ്ഞാൽ പോലീസുകാരെന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു പേടിയായിരുന്നു. ഇതിപ്പോൾ പോലീസുകാരെയും പേടിയില്ല, അവരെ ഒരു വിലവെപ്പും ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഓരോ സ്ഥാനത്തിരിക്കുന്ന ഉദ്യോഗസ്ഥരെ എന്തുമാത്രം വിഷമിക്കുന്നു വേദനിക്കുന്നുണ്ട് ഓരോ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ഓർക്കുക. ശരിക്കും ഇന്ന് അതൊക്കെയായിരുന്നു തൊഴിലുറപ്പിലിരുന്നപ്പോഴത്തേനുള്ള കാര്യങ്ങൾ. ശരിക്കും ചില നേരം എനിക്ക് ഒരു ദിവസമെങ്കിലും പോകാതിരിക്കാൻ തോന്നും. ഇപ്പം പോകാതിരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. കാരണം ഇതുങ്ങളുടെ എല്ലാവരുടെയും വർത്തമാനങ്ങളും ചിരിയും കളിയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുന്നത് ഷെയർ ചെയ്യും. അപ്പം നമുക്കൊരു ശ്രദ്ധ വരും. ഇപ്പം നിസ്സാരമാണെങ്കിൽ നമ്മൾക്ക് കുഞ്ഞുങ്ങളുണ്ടല്ലേ, കുഞ്ഞുങ്ങളൊക്കെ പോകുന്നതൊക്കെ കാണുമ്പോഴാണെങ്കിലും പട്ടിണിയൊക്കെ കണ്ടാൽ നമുക്കും ഒരു ഇതല്ലേ, എൻ്റെ പൊന്നെ എന്നതാണോ ഇതൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു ഇത് പേടി കൊടുക്കും ഒക്കെ. ഞാനാണെങ്കിലും നടന്നല്ലേ അതുവഴിയൊക്കെ പോകുന്നത് കാട്ടിക്കൂടെയും. ഞാൻ അമ്മമ്മയോട് പറയായിരുന്നു, എൻ്റെ അമ്മമ്മേ സൂക്ഷിച്ച് നടന്നോണേ, സൂക്ഷിച്ച് പൊക്കോണേ എന്നൊക്കെ. രഞ്ജിത്ത് ചോറ് കൊണ്ടാൻ പറ്റുമെന്നോ വണ്ടി വന്ന അവിടെ താഴെ. അപ്പോൾ എന്തായാലും അങ്ങനെ തൊഴിലുറപ്പിനുമൊക്കെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ കയറി പോകാൻ ടൈമാവുന്നു. അപ്പോഴത്തേക്ക് പിന്നെ ചേട്ടായി ഗിഫ്റ്റൊക്കെ കൊണ്ട് തന്നു. നല്ല രസമാണ് കേട്ടോ. ഷീറ്റ് വിരിച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക കേട്ടോ, സൂപ്പറാണ്. ഞാൻ സത്യം പറഞ്ഞാൽ അമ്മൂനെ ഒന്ന് വീഡിയോ കോൾ വിളിച്ചിട്ട് കാണിച്ചു കൊടുക്കണമെന്ന് നോക്കും. കിങ്ങിണിമോളോ കണ്ണൊക്കെ പത്തയ്ക്ക അത് കാണാം. അവൾക്ക് വെട്ടാൻ കയറി ചാട്ടവും മറിച്ചിട്ടും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഞാൻ ഷീറ്റ് വിരിച്ചിട്ട് അങ്ങോട്ട് മാറുന്നതുകൊണ്ട് കയറിക്കാൻ ചാടുവേ. ഞാൻ വഴക്കൊക്കെ പറയാം, എന്തായാലും അവൾ കയറി ചാടും. ഇത് ഈ പടമൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാകത്തില്ലേ. അപ്പം ഞാൻ വിളിച്ച് കാണിക്കാം, വീഡിയോ കോൾ വിളിച്ച് കാണിക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അവിടെ പിള്ളേർ ചെന്നിട്ടുള്ളതുകൊണ്ട് അവിടെ തിരക്കാണല്ലോ, അതോർത്ത് പിന്നെ ഞാൻ വിളിച്ചില്ല. അങ്ങനെയൊക്കെ ഇരിക്കുന്നു വിശേഷങ്ങൾ. നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് തോന്നുന്നു. ഇടയ്ക്ക് എനിക്ക് മെസ്സേജും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മെ തിരക്കായതുകൊണ്ടാട്ടോ വിളിക്കാത്തതെന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ പിന്നെ പിള്ളേരാണെങ്കിലും പോയപ്പോഴത്തേനും ചേച്ചി പ്രാർത്ഥിച്ചേക്കണേ, ഞങ്ങൾ പോവുകയാണെ പോയിട്ട് വരാവേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിള്ളേർ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും പോയി സന്തോഷമായിട്ടൊക്കെ വരട്ടെ. ഞാനും കൂടെ വയോ എന്ന് പറഞ്ഞതാണ്. പക്ഷെ നമുക്കിപ്പം പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലായിരുന്നു, അതുകൊണ്ടാണ് പോകാൻ ചേട്ടോ. നിങ്ങളുടെയൊക്കെ അവിടോട്ടൊക്കെ മഴ ഇടിയൊക്കെ ഉണ്ടോ? ഇവിടെ നല്ല ഉച്ച ചെയ്യുമ്പോൾ മഴ ഇടിയ. ഇന്നലെ പെയ്തില്ല, ഇന്നിപ്പോൾ പെയ്യുമെന്ന് തോന്നുന്നു. ഇരുണ്ട് മൂടി വരുന്നുണ്ട്. പോകുന്നതിന് മുമ്പേ ഫ്രിഡ്ജും ഒക്കെ ഊരിയിടണം. പിന്നെ എന്നാ പറയുക, നമ്മുടെ ചാർജറും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ കുത്തിയിട്ടേക്കുമായിരിക്കും. അല്ലാണ്ട് ചേട്ടാ അവിടെ കുത്തി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ അതെല്ലാം ഊരിയൊക്കെ വെച്ചിട്ട് വേണം പോകാനായിട്ട്. അപ്പം നിങ്ങൾ കണ്ടോ എന്താന്നുള്ളത്? എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഭയങ്കര സംഭവം. പണ്ട് ഞാൻ കടയിലൊക്കെ നിൽക്കുമ്പോ ഇങ്ങനെ രാത്രി മിന്നുന്ന സ്റ്റാറിന്റെ ഒക്കെ ഉള്ള പില്ലോ കവർ കൊണ്ടുവരുവായിരുന്നേ. എന്നിട്ട് രാത്രി മിന്നുവായിരുന്നു. എന്നിട്ട് പിള്ളേർ അടിയായിരുന്നു, എനിക്കത് വേണം എന്ന് പറഞ്ഞ് മൂന്നും കൂടെ കിടന്ന് അടി വെച്ച് കൊണ്ടുപോയത്. കറണ്ട് ഉള്ളപ്പോഴാണോ? കറണ്ട് ഇല്ലാത്തപ്പോഴാണ്. കറണ്ട് ലൈറ്റ് ഓഫ് ആക്കുമ്പോ അതിങ്ങനെ അമ്പടി മാമനായിട്ടും സ്റ്റാറായിട്ടും ഒക്കെ തെളിയും പില്ലോയില്.
അതൊരു ഭയങ്കര കൗതുകമായിരുന്നു. ആ ഒരു ഫീല് വന്നു കേട്ടോ ഇപ്പൊ ഇത് കണ്ടപ്പോ. ശരിക്കും സൂപ്പർ സംഭവമാണ്. നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും വേണ്ടത് സംഗതി. അതെ അതെ. അപ്പൊ വേണമെങ്കിൽ നിങ്ങളൊക്കെ ഓർഡർ ചെയ്തോ കേട്ടോ. ഇത് എവിടുന്ന് ഓർഡർ ചെയ്തേ? ഇത് മീഷോയിൽ നിന്നാണ് ചെയ്തേക്കുന്നത്. മീഷോയിൽ നിന്ന് മറ്റേ 3D ബെഡ്ഷീറ്റ് നടിച്ചു കൊടുത്തപ്പോഴാണ്. ഇപ്പം ആണെങ്കിൽ ഞാൻ ഇതിപ്പം മേടിച്ചത് 750 രൂപയ്ക്കാണ് മേടിച്ചത്. ഇപ്പം ഞാൻ മേടിച്ചത് അതിപ്പം ദീപാവലി ഓഫർ ഒരുപാട് കുറവുണ്ട്, 50% കൊണ്ട് കുറവുണ്ട്. അപ്പൊ ഒരു 645 640 രൂപയ്ക്ക് കിട്ടും. പിന്നെ കണ്ണം മേടിച്ചു, സജി മേടിച്ചു, പിന്നെ ചെറിയ 2 മേടിച്ചു. ഇത് കളർ വിളങ്ങിയല്ല കേട്ടോ, തുണി നല്ല നല്ല സാധനം, നല്ല തുണിയാണ്. ഒരു സ്പണ്ണിന്റെ തുണിയില്ല, തുണിയാണ്. സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പറാ, നല്ല സൂപ്പർ. അപ്പം ചേട്ടായി മുടക്ക് മുതലിനെ ഉള്ള ഇതുണ്ട്. അപ്പൊ എല്ലാരും പറയുമ്പോ നമുക്ക് ചിലപ്പോ ഇത് റിട്ടേൺ വിടുമല്ലോ, അങ്ങനെയുള്ള ഒന്നും വിടേണ്ട കാര്യമില്ല. അപ്പൊ നമ്മുടെ ഒരു അനുഭവം വെച്ച് നോക്കുമ്പോ ഇത് നല്ല സൂപ്പറാണ്. നല്ല നേരത്തെ ഒരെണ്ണം മേടിച്ചു, ഒരു പെണ്ണിന്റെ പടമുള്ളത് മേടിച്ചു, ഒരൊറ്റ അലക്കിന് കളർ പോയി. അത് കണ്ടപ്പോഴേ ഞാൻ അതല്ല, അത് കുറഞ്ഞ വിലയ്ക്ക് 400 സംതിങ് കണ്ടായിരുന്നു. അത്രയില്ല, 300 രൂപ സാധനം ആണോ? പക്ഷെ ഇത് സംഭവം പൊളി സംഭവം, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. നമുക്ക് ഒരു വിരിക്കുമ്പോ തന്നെ നമുക്കൊരു മനസ്സിന് സംതൃപ്തി തോന്നും. അല്ല, നമുക്ക് നമ്മളെ എല്ലാ കഷ്ടപ്പാടും പണിയും എല്ലാം മനുഷ്യർക്കും ഉണ്ട്. പണിയും കഷ്ടപ്പാടും ഒക്കെ കഴിഞ്ഞ് നമ്മൾ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് റെസ്റ്റ് എടുക്കുന്ന സമയം, നമ്മൾ ഉറങ്ങുന്ന സമയം അല്ലേ? അപ്പൊ നമുക്ക് മനസ്സിലാണെങ്കിൽ അടിപൊളി. നമ്മൾ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് അത്രയും സന്തോഷമായിട്ട് മനസ്സിലാണെങ്കിൽ, ഞാൻ എപ്പോഴും എന്നാ പറയുന്നത്, ഇത്രയും നല്ല ഭംഗിയുള്ള അല്ലെങ്കിൽ ഞാൻ അത്രയും സൂപ്പറായിട്ട് ഇടാറുണ്ട്. ശരിയാണോ? നമുക്ക് ഞാനത് ചുമ്മാ ഓർഡർ ചെയ്താ, ഞാനിപ്പം ഇതിപ്പോ ശരിയാകുമോ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല ചേട്ടായി? പക്ഷെ ഇത് സൂപ്പറാണ്. അയ്യോ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇന്ന് ചെറിയ റൊമാൻസ് കൂടും. അടിപൊളിയാട്ടോ, സൂപ്പറാട്ടോ, ഭയങ്കര. പിന്നെ വേറെ സൂസം ചേച്ചി ഒരു 10 രൂപ എന്തിനാണ് നിന്നോട് എന്റെ അമ്മേ പ്രത്യേകിച്ച് കൊടുക്കണം പറഞ്ഞു. അതുകൊണ്ട് ഇപ്പൊ സാക്ഷിയായിട്ട് ഇതെന്നാ സംഘത്തിൽ അന്നൊരു സുസുമ ചേച്ചി ഒരു 10 രൂപ എന്നോട് മേടിച്ചായിരുന്നു. സുസുമ ചേച്ചി കറക്റ്റ് ആട്ടോ, 1 രൂപയാണേലും അതെ കറക്റ്റ് അറിയാം. ഓക്കെ, അപ്പൊ അതിന് സന്തോഷം. പിന്നെ അപ്പൊ ഇന്നത്തെ ഒരു വിശേഷം നമുക്ക് വൈകിട്ട് ചെയ്യാൻ ചേട്ടാ കുളിച്ചിട്ട് പോലില്ല, വന്ന് കയറിയിട്ട് ഇതിന്റെ സന്തോഷം വന്നു. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ക്ഷീണമുണ്ട്. അപ്പൊ ഒന്ന് കുളിയും കഴിഞ്ഞിട്ട് കഴിച്ചിട്ട് കിടന്നുറങ്ങാം. അതെ അതെ അതെ. അപ്പം ചേട്ടായി ഉഷാറായിട്ടുണ്ട് കേട്ടോ, കുഴപ്പമില്ല. എല്ലാം കുഴപ്പമൊന്നുമില്ല. അന്ന് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഈ സിന്ധു ആണ് ചുമ്മാ മറ്റേ 2 കിടന്ന കൊച്ചു വരെ എന്നെ വിളിച്ചു. ഇന്ന് പ്രില്യാമോള് വിളിച്ചിട്ടുണ്ട്, എന്നോട് പറഞ്ഞു. അപ്പം എന്തായാലും തക്ക സമയത്തിന്റെ ആഴ്ചയിലൊക്കെ പോയോണ്ട് ഓക്കെ, നല്ല സൂപ്പറായിട്ടുണ്ട്. അല്ല അപ്പൊ എന്തിനാട്ടെ അതൊക്കെ വായിച്ചു കളഞ്ഞേക്കെ. എന്താ പറയാ, രാവിലെ എണീറ്റിട്ട് എന്റെ കാശ് പോയി. ഞാൻ പിന്നെ കാശ് കൊടുത്തിട്ട് വന്നത് എന്റെ പൊന്നു മനുഷ്യ, നിങ്ങൾ ജീവനോടെ എന്തായാലും കാശ് എനിക്ക് കുഴപ്പമില്ല. നമുക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, കോൺഫിഡൻസ് ഉണ്ട്. അസുഖകാര്യത്തിൽ നമുക്ക് അങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റും. ഇന്ന് മാനസേച്ചി എന്നെ വിളിച്ചു. ഞാൻ സുനിച്ചേട്ടായി കടയിലായോണ്ടാ വിളിക്കാത്തത്, ആശുപത്രി പോകാതിരിക്കുന്നത്. ഞാൻ വന്നിട്ടുണ്ട് എന്റെ പെരുക്കി വെച്ച ടിഷ്യൂ അതൊക്കെ പറഞ്ഞേക്കാൻ പറഞ്ഞിട്ട് ബാലൻ ചേച്ചി. അപ്പൊ ഒത്തിരി പേര് വിളിച്ചിട്ട് പറഞ്ഞാൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നാൽ അപ്പോഴേ തന്നെ ആശുപത്രി പോകുന്നു. കുഴപ്പമില്ല, സീരിയസ് ഉള്ള കേസ് അല്ലായിരുന്നു. ബിപിയും കൂടിയില്ലേ, ഛർദിക്കുമ്പോ ബി പി ഓട്ടോമാറ്റിക്കായിട്ട് കൂടുമല്ലോ. അതൊക്കെയാ പ്രശ്നം. ബിപി കൂടുമ്പോഴാണ് ഞരമ്പൊക്കെ പൊട്ടുന്നത്. നമ്മുടെ മനസ്സിനൊരു ഇതുണ്ടെങ്കിലുണ്ടല്ലോ, അത് ഒന്നും പ്രശ്നമില്ല. ഞാൻ പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് മതി, ഒറ്റ ശബ്ദത്തിലും കൂടെ കഴിച്ചാൽ എന്റെ ഇതിനകത്ത് മൊത്തം പോകും. ഈ കൂണിന്റെ ഇതെല്ലാം പോകും. അതുപോലെ കക്ക കണ്ടാൽ ഞാൻ ശ്രദ്ധിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം ഞാൻ ഇവർക്ക് വേണം മേടിച്ചു കൊടുക്കും ഞാൻ. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ എന്തോ എനിക്കൊരു ദിവസം ഇങ്ങനെ കക്ക കഴിച്ചപ്പം എനിക്ക് ശബ്ദത്തിലുണ്ടായി. അത് ഇവരുടെ വീട്ടുകാർക്ക് മൊത്തം അതെ, വില്ലേജിക്ക് അതെ, അങ്ങനെ 2-3 പേർക്ക് അതെ അല്ലേ, എല്ലാവർക്കും ഛർദിക്കും. അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് ഛർദിക്കത്തില്ല, ഞങ്ങൾക്ക് തിന്നാത്ത കുഴപ്പമില്ല കേട്ടോ. അപ്പൊ എന്തായാലും ചേട്ടാ പോയി കുളിക്കുകയൊക്കെ ചെയ്യട്ടെ, ഫുഡൊക്കെ കൊടുക്കട്ടെ. അപ്പൊ ഇന്നത്തെ ഒരു വിശേഷം ഇത്രയുള്ളൂ കേട്ടോ. ഇന്ന് മനസ്സ് നിറഞ്ഞുള്ള സന്തോഷമുള്ള ദിവസം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ഇടുക, ബെല്ലൈക്കൻ ഇടിച്ചു ചൂടിക്കുക.
നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. അതെ, അപ്പൊ പുതിയൊരു വീഡിയോ എല്ലാവർക്കും ടാറ്റാ.